മഴ കുറവുള്ളത് കൊണ്ട് കുറേ ഉണക്കാനുള്ള പരിപാടികളായിരുന്നു കേട്ടോ. കുറച്ച് നാളായിട്ട് അതാണ് കാണാഞ്ഞത്. പിന്നെ വർക്കിൻ്റെതായ കുറച്ച് ബിസിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. മിക്കവാറും ഇനി നാളെ മുതൽ വെയിലാണെങ്കിൽ നമ്മുടെ ഔട്ട്ഡോർ വീഡിയോസ് കുറച്ച് കാണാം. നമ്മുടെ കോമ്പൗണ്ടൊക്കെ നാശകോശമായി കിടക്കുകയാണ്. അത്രയ്ക്ക് മഴയാണല്ലോ, ചപ്പ് ചവറുകളൊക്കെ വീണിട്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് വേസ്റ്റ് മാനേജ് ചെയ്യണം. ഇലകളൊക്കെ നമുക്ക് വാഴയ്ക്കൊക്കെ തടം തുറന്ന് ഇട്ട് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ തെങ്ങിൻ്റെ തടം നമുക്ക് ക്ലീൻ ചെയ്യാനുണ്ട്. കുമ്മായപ്പൊടിയൊക്കെ ഇടുന്ന സമയമാണ് കേട്ടോ. വലിയ തെങ്ങുള്ളവരൊക്കെ വലിയ തെങ്ങിന് തടം തുറന്നിട്ട് ഒരു കിലോ ഒരു തെങ്ങിന് ഇട്ടോളൂ കേട്ടോ. എനിക്കിവിടെ കുഞ്ഞു കുഞ്ഞു തെങ്ങാണ്, നമ്മളിവിടെ താമസിച്ചതിന് ശേഷമുള്ളതാണ്. അപ്പോൾ അവർക്കൊക്കെ കുറച്ച് കുറച്ച് മതി. ഞങ്ങളിവിടുത്തെ പരിപാടികളൊക്കെ ഒരുവിധം ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. ഞാനത് അറ്റ് സ്ട്രെച്ചിലല്ല ചെയ്യുക, ഞാൻ കുറേശ്ശെ കുറേശ്ശെ ആയിട്ടാണ് ചെയ്യുക. അപ്പം പിന്നെ ഇവിടെ ആണെങ്കിൽ കുറച്ച് സ്ഥലമേ ഉള്ളൂ, ഒരു 10-14 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പുറമെ ഒരാളെ വിളിച്ച് ചെയ്യാൻ മാത്രമുള്ളൊരു ഏരിയ ഒന്നും നമുക്കില്ല. അപ്പം നമ്മൾ കുറേശ്ശെ 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 ഞാൻ എൻ്റെ ടൈമിനനുസരിച്ച് ചെയ്യാറുള്ളത്. തെങ്ങ് ഓൾറെഡി വേറെ ആൾ വന്നിട്ട് നട്ടതാണ് കേട്ടോ. അപ്പോൾ അവരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു തടം ക്ലോസ് ചെയ്യണ്ട, നമ്മളതിൽ ഇത് വേസ്റ്റ് ഇടുകയും ചെയ്യാമല്ലോ. അങ്ങനെ നമ്മൾ നമ്മുടെ മീനിൻ്റെ വേസ്റ്റ്, മീൻ കഴുകിയ വെള്ളം, ചിക്കൻ കഴുകിയ വെള്ളം, പിന്നെ അതുപോലെ തന്നെ പച്ചക്കറിയുടെ വേസ്റ്റ്, കരിയില എല്ലാം അതിൽ കൊണ്ടുപോയിടും. അങ്ങനെ തെങ്ങ് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു ഗ്രോത്ത് ഉണ്ട്. പക്ഷെ എന്നാലും തേങ്ങയൊന്നും ആകാറായിട്ടില്ല കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്യാറുണ്ട്. പിന്നെ പരിസരം കംപ്ലീറ്റ് നമുക്ക് ക്ലീൻ ചെയ്യണം. വാഴയ്ക്ക് ഞാൻ വളം ഇട്ട് കൊടുക്കണം എന്ന് വിചാരിച്ച് വളം റീസ്റ്റോക്ക് ചെയ്തപ്പോഴത്തേക്ക് വാഴയ്ക്ക് കുല വന്നു. അപ്പോൾ ഇനി അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കുല വരാത്തതിന് നമുക്കിനി വളം ഇട്ട് കൊടുക്കണം. അങ്ങനത്തെ കുറേ ഔട്ട്ഡോർ പരിപാടികളുണ്ട് കേട്ടോ. കുമ്മായിട്ടിട്ട് മണ്ണ് ഉണക്കിയെടുക്കുന്നതൊക്കെ. അപ്പോൾ മഴ പോയിട്ടുണ്ടെങ്കിൽ ഞാനതൊക്കെ നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. നമ്മളെങ്ങനെയാണ് ഈ കോമ്പൗണ്ടിലെ വേസ്റ്റ് മാനേജ് ചെയ്യുന്നതെന്നുള്ളതും പച്ചക്കറികൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ളതൊക്കെ. ചിങ്ങാവുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക. വെതർ മേ ബി മഴ നേരത്തെ തുടങ്ങിയതുകൊണ്ട് നേരത്തെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ അതിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് നോക്കാം ഒരു 2-3 ഡേയ്സും കൂടെ. അതല്ല വീണ്ടും മഴയാണെങ്കിൽ പിന്നെ നമ്മൾ ഈ പ്രോസസ്സൊക്കെ ചെയ്തിട്ട് കാര്യമില്ല, പിന്നെയും അത് പഴയ പോലെ തന്നെ ആകുകയേ ഉള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോളൂ കേട്ടോ. ഒരുപാട് വീഡിയോസ് ഇനി വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ